കീബോർഡിലോ കീപാഡിലോ ടൈപ്പ് ചെയ്യാതെ ചിന്തിക്കുമ്പോൾ തന്നെ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും യാഥാർത്ഥ്യമായാൽ എങ്ങനെയുണ്ടാകും? എന്നാൽ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ശതകോടീശ്വരൻ ഇലോൺ മസ്കിൻ്റെ ന്യൂറൽ ലിങ്ക് കമ്പനി മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു. പരീക്ഷണത്തിൻ്റെ ആദ്യഘട്ടം വിജയമാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ന്യൂറോൺ വ്യതിയാനങ്ങൾ ചിപ്പ് തിരിച്ചറിയുന്നുണ്ട്. മൃഗങ്ങളിലെ പരീക്ഷണത്തിന് ശേഷം കഴിഞ്ഞ വർഷം മെയ്യിലാണ് മനുഷ്യരിൽ ചിപ്പ് പരീക്ഷിക്കാൻ ന്യൂറാലിങ്കിന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകിയത്. മനുഷ്യന് സ്വകാര്യതയുള്ളത് സ്വന്തം മനസ്സിൽ മാത്രമാണെന്നും ന്യൂറാലിങ്കിൻ്റെ പരീക്ഷണം ഇതുകൂടി ഇല്ലാതാക്കുമെന്നും ന്യൂറാലിങ്കിൻ്റെ വിമർശകർ പറയുന്നുണ്ട്. റോബോട്ടിക് സർജറിയിലൂടെ തലച്ചോറിൽ സ്ഥാപിക്കുന്ന ചിപ്പ് നാഡീവ്യൂഹവുമായി ബന്ധപ്പെടുന്നു. തലച്ചോറിൽ നിന്നുള്ള ന്യൂറോൺ സിഗ്നലുകൾ ചിപ്പ് പിടിച്ചെടുത്ത് വയർലെസ്സായി തൊട്ടടുത്തുള്ള കമ്പ്യൂട്ടറിലെയോ മൊബൈലിലെയോ ആപ്പിലെത്തും. ഉദാഹരണം, മൊബൈലിൽ ഒരു പാട്ടിടണമെന്ന് ചിന്തിച്ചാൽ മതി. ന്യൂറോൺ സിഗ്നൽ ആപ്പിലെത്തി നിങ്ങൾക്ക് വേണ്ടി പാട്ട് പ്ലേ ചെയ്യാനുള്ള നിർദ്ദേശം നൽകും. ഫോണിൽ തൊടുക പോലും വേണ്ട. ടെലിപ്പതി എന്നാണ് ഈ സാങ്കേതികവിദ്യയ്ക്ക് മസ്കിൻ്റെ കമ്പനിയും ഇട്ടിരിക്കുന്ന പേര്. മുടി നാരിഴയേക്കാൾ നേർത്ത 64 ചെറുനാരുകളാണ് ചിപ്പിലുള്ളത്. ഇതിൽ 1024 ഇലക്ട്രോഡുകളാണ് വിവരങ്ങൾ ഒപ്പിയെടുക്കുന്നത്. വയർലെസ്സായി ചാർജ് ചെയ്യാവുന്ന ബാറ്ററിയുമുണ്ട്. കൈകൊണ്ട് കമ്പ്യൂട്ടറും ഫോണും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തവർക്കാകും ടെലിപ്പതിയുടെ പ്രയോജനം ആദ്യം ലഭിക്കുക. മോട്ടോർ ന്യൂറോൺ രോഗം മൂലം വീൽ ചെയറിലായിരുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന് മികച്ച ടൈപ്പിസ്റ്റിനേക്കാൾ വേഗത്തിൽ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഓർത്തു നോക്കൂ. അതുകൊണ്ട് തന്നെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് ക്ലിനിക്കൽ ട്രയലുകളിൽ പങ്കെടുക്കാൻ ന്യൂറാലിങ്ക് വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകാവുന്നതാണ്. 6 വർഷം നീളുന്ന പഠനമാണിത്. നിരന്തരമായ ചെക്കപ്പുകളും ഉണ്ടാകും. കേൾക്കുമ്പോൾ ഒരു ഭ്രാന്തൻ ആശയമാണെന്ന് തോന്നാമെങ്കിലും കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കാത്തവർക്കും മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട് ജീവിതം മടുത്തു തുടങ്ങി മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന അവസ്ഥയിലുള്ളവർക്കും ചെറിയൊരു അളവിലെങ്കിലും ആശ്വാസം പകരാൻ ന്യൂറാലിങ്കിന് സാധിക്കും. ഇതിൻ്റെ വരുംകാല അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.